ഹായ് ഫ്രണ്ട്സ്, മടി പിടിച്ച അതേസമയം സ്മാർട്ടായ ഒരു പക്ഷിയുണ്ട്. അത് ഏതാണെന്നറിയാം? ഒന്ന് ശ്രദ്ധിച്ചേ. ഈ നാദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടിക്കാലം മുതലേ ഈ പക്ഷിയെപ്പറ്റിയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾ ഈ പക്ഷിയെപ്പറ്റി അടങ്ങിയിരിക്കുന്നു. തുടർന്ന് ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ. ഈ പക്ഷിയാണ് കുക്കു കുടുംബത്തിൽപ്പെട്ട കുയിൽ. കുയിലുകളെ മടിയന്മാർ എന്ന് മുദ്ര കുത്തുന്നത് അവ സ്വന്തമായി കൂടുകൾ നിർമ്മിക്കാത്തത് കൊണ്ടാണ്. പകരം അവ മറ്റ് പക്ഷികളുടെ കൂടുകളിൽ, പ്രത്യേകിച്ച് കാക്കക്കൂട്ടിൽ മുട്ടയിടുകയും അവയെ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം അവയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. കുയിലിൻ്റെ ഈ തന്ത്രം കുട്ടിക്കാലം മുതലേ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും പല പുതിയ വിവരങ്ങളും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അവിശ്വസനീയമായ ഒരു കാര്യം, കുയിൽ ഒരു മുട്ട മാത്രമേ ഒരു കൂട്ടിൽ നിക്ഷേപിക്കുകയുള്ളൂ എന്നതാണ്. എങ്ങനെയാണ് കുയിൽ ഈ തന്ത്രം പ്രയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒരു പെൺകുയിൽ മുട്ടയിടുന്നതിന് അനുയോജ്യമായ ഒരു കൂട് കണ്ടുപിടിക്കുന്നു. കൂടിൻ്റെ ഉടമയായ പക്ഷി സ്ഥലത്തില്ലാത്തപ്പോൾ കുയിൽ കൂട്ടിലുള്ള മുട്ട നീക്കം ചെയ്യുകയോ തിന്നുകയോ ചെയ്യുന്നു. ശേഷം സ്വന്തമായി ഒരു മുട്ടയിടുന്നു. അസാധാരണമായ സാമ്യം കൊണ്ട് കുയിലിൻ്റെ മുട്ട കൂട്ടിലുണ്ടായിരുന്ന മുട്ടയുമായി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. മുട്ട മാറ്റിയതറിയാതെ ആതിഥേയ പക്ഷി കുയിലിൻ്റെ മുട്ട അടയിരുന്ന് വിരിയിക്കുന്നു. മുട്ടയിടുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കുയിലിൻ്റെ ബുദ്ധി. കൂട്ടിലുള്ള മുട്ടകളെക്കാൾ നേരത്തെ കുയിലിൻ്റെ മുട്ട വിരിയുന്നു. കൂട്ടിലുള്ള മുട്ടകളെയോ കുഞ്ഞുങ്ങളെയോ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നു. തള്ളപ്പക്ഷി കൊണ്ടുവരുന്ന ഭക്ഷണം തനിക്ക് മാത്രം എന്ന് ഉറപ്പാക്കുന്നു. ചതി മനസ്സിലാക്കാതെ കുയിൽക്കുഞ്ഞിന് ഭക്ഷണം നൽകുന്നത് തുടരുന്നു. ആഴ്ചകൾക്കുള്ളിൽ കുയിൽക്കുഞ്ഞ് പലപ്പോഴും അതിനെ വളർത്തിയ പക്ഷികളെക്കാൾ വളരുകയും പിന്നീട് ആതിഥേയരെ വിട്ട് പറന്നു പോവുകയും ചെയ്യുന്നു. ഈ അസാധാരണ പ്രത്യുത്പാദന തന്ത്രം ബ്രൂഡ് പാരസിറ്റിസം എന്നറിയപ്പെടുന്നു. ബ്രൂഡ് പാരസിറ്റിസം. ഇനിയും ചില വാക്കുകളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. കഴുത, ആസ്, ആസ് എന്നല്ല ആസ്. ഡോങ്കി, കഴുതയുടെ കരച്ചിൽ ബ്രേ, BRAY. കടൽക്കാക്ക ആൽബട്രോസ് അല്ലെങ്കിൽ സീ ക്രോ. കടൽക്കൊക്ക് സീഗൾ. ആൽബട്രോസുകൾ വളരെ വലുതും തുറന്ന കടലിന് മുകളിലൂടെ പറക്കാൻ വലിയ ചിറകുകളുമുള്ളതുമായ സമുദ്രനിവാസികളാണ്. അതേസമയം സീഗൾസ്, കടൽക്കാക്കകൾ, ചെറുതും വേഗത്തിലിണങ്ങുന്നവയുമാണ്. അവ തീരങ്ങളിലും തടാകങ്ങളിലും ഉൾനാടുകളിലും കണ്ടുവരുന്നു. കടൽ പന്നി സീ പിഗ്. കടൽ നായ സീൽ, SEAL. കടലാന, കടൽ കുതിര അല്ലെങ്കിൽ നീർക്കുതിര വോൾറസ്. കടൽ കുതിര ഹിപ്പോഡെയിം. ബേബി കാങ്കരു, കാങ്കരു എന്നാണ് പറയേണ്ടത്, കങ്കാരു എന്നല്ല. ബേബി കാങ്കരു ജോയ്, JOEY. കരിയിലക്കിളി ജംഗിൾ ബാബ്ലർ, BABBLER. ബാബിൾ മീൻസ് നിർത്താതെ ധൃതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ ചിലച്ചുകൊണ്ടിരിക്കുക. പൈക്കിടാവ് അല്ലെങ്കിൽ പശുക്കുട്ടി ഹെഫർ, സ്പെല്ലിംഗ് HEIFER, പ്രൊനൗൺസിയേഷൻ ഹെഫർ. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.